കുരുമുളകും തേങ്ങാക്കൊത്തും വറുത്തരച്ച മല്ലിയും ചേർത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? കണ്ണൂർ ടൗണിലെ സജീവേട്ടൻ്റെ അശ്വതി ഹോട്ടലിൽ അങ്ങനെ ഒരു കിടിലൻ ഐറ്റം കിട്ടും. ചിക്കൻ കുരുമുളക് പെരക്ക്. പുട്ടും കൂട്ടി തട്ടാൻ റെഡിയാണ്. കണ്ണൂരിൽ നിന്നും അർജുൻ കല്യാട് തയ്യാറാക്കിയ വിശേഷ കാട്ടവും. ഹലോ, കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് കോംബോ പുട്ടും പെരക്കും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി അസാധ്യമായ കോമ്പിനേഷനാണ് പുട്ടും കുരുമുളക് ചിക്കൻ പെരക്കും. കണ്ണൂർ അശ്വതി ഹോട്ടൽ, കണ്ണൂർ ടൗണിൽ തന്നെയുള്ളൊരു ഹോട്ടലാണ്. ഹോട്ടലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണും കുട്ടിക്ക് ഒറ്റ വിളി, സജീവേട്ടാന്ന് വിളിച്ചാൽ ആരെങ്കിലുമൊക്കെ വിളി കേൾക്കും. ഈ കടയുടെ ഓണർ സജീവേട്ടനാണ്. ഒറ്റ കാര്യം, അതായത് പുട്ടും പെരക്കും വേണമെന്ന് പറഞ്ഞേക്കുക. നല്ല കുരുമുളക് വറുത്തരച്ചിട്ടുള്ള നല്ല ചിക്കൻ കറി, പുട്ട്. ചിക്കൻ കുരുമുളക് പെരക്ക് അടുപ്പത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പപ്പാട്ടനാണ് മാസ്റ്റർ ഷെഫ്. ചിക്കൻ കറി എങ്ങനെയാ, അതിൻ്റെ പരിപാടി എങ്ങനെയാ? പ്രധാനപ്പെട്ട സാധനം കുരുമുളക് തന്നെയല്ലേ? കുരുമുളക്, പിന്നെ പെപ്പർ, പിന്നെ ഈ തേങ്ങക്കൊത്ത്, മസാല കൂട്ട് അല്ലേ? വറുത്ത് വറുത്തിട്ടിടും. നല്ലോണം വറ്റിച്ചെടുക്കും അല്ലേ? ഇപ്പൊ തിളക്കുന്ന പോലെ ചാറൊന്നും ഉണ്ടാവില്ല. പെരങ്ങ കൂട്ടാ, പൊറോട്ടക്കും കൂട്ടാം. അടിപൊളി, സൂപ്പർ സാധനം റെഡിയാവുന്നുണ്ട്. ഇനി ഇത് ഒന്ന് റെഡിയായി കിട്ടാനുള്ള കാത്തിരിപ്പ്. തിളക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ചെറുനാരങ്ങായി എല്ലാ രഹസ്യങ്ങളും പുറത്തു പറയണ്ട കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഒന്ന് ആയി കിട്ടാനുള്ള കാത്തിരിപ്പാണ്. ആയി കിട്ടിയിട്ട് വേണം നമുക്കൊരു പുട്ടും ഈ ചിക്കൻ കറിയും വെച്ചിട്ടൊരു പിടുത്തം പിടിക്കാൻ. ചൂടുണ്ടറാ, നീ പറയും പോലെ കഴിക്കാൻ കഴിയും. അയ്യോ, പുട്ടിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ കറി ഇങ്ങനെ എടുത്താൽ കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതും കൂട്ടിയിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. ഒരു കഷ്ണം എടുത്ത് വെക്കുക. കുരുമുളകാതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്. കുരുമുളകിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അജീവാട്ടൻ ചിക്കൻ കുരുമുളക് പെരച്ച് പപ്പാട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കിട്ടുന്ന സംഭവം. കുരുമുളകിൻ്റെ ഇതിങ്ങനെ നമുക്ക് എടുത്തെടുത്ത് എന്താ പറയുക, മണത്തിലും അതിൻ്റെ രുചിയിലൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ചിക്കൻ പെരക്കും പുട്ടും മാത്രമൊന്നുമല്ല, ഇവിടെ പല പല കോംബോ ഉണ്ട്. പൊറോട്ടയുണ്ട്, പിന്നെ ദോശയുണ്ട്, പത്തലുണ്ട്. അതിന് പുറമെ കറികളായിട്ട് മീൻ കറി, മീൻ പൊരിച്ചത്, പിന്നെ ബാജിക്കറി, അങ്ങനെ വെജിറ്റബിൾ കറികൾ വേറെയുണ്ട്. വേറൊരു മീനിൻ്റെ പേര്, മീൻ പൊരിച്ച് റെഡിയാകുന്ന അതിൻ്റെ മണം നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല അയില, കൂന്തൽ, മാന്ത, അങ്ങനെ എന്തൊക്കെയോ പേര് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട വേറൊരു ഐറ്റമേ സാനിയ എന്ന് പറഞ്ഞൊരു മീൻ, ഞാൻ ഇതുവരെ കേട്ടില്ല. ഇവിടെ തന്നെ ലോക്കലി കിട്ടുന്ന വളർത്തു മത്സ്യത്തിൽപ്പെട്ടതാണെന്നാണ് സജീവട്ട പറഞ്ഞത്. സാനിയ മീൻ പൊരിച്ചത്, പുട്ട്, പൊറോട്ട, ഇതൊക്കെ ആയിട്ട് കഴിക്കാം. എന്തായാലും ഈ ഒരു കോംബോ നല്ല അസൽ കോംബോ. പൊറോട്ടയും ചിക്കൻ കുരുമുളക് പെരക്കും. കണ്ണൂരിലെ സജീവേട്ടൻ്റെ ചിക്കൻ കുരുമുളക് പെരക്കും പുട്ടും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റമാണ്. നല്ല കുരുമുളകിൻ്റെ എരിവും ഇപ്പോൾ നാടൻ കുടുംബത്തിൽ മാറുന്നില്ല, അത്രയും രുചിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. വീഡിയോ ചാനൽ ദിനേശ് ചെറുവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, റിപ്പോർട്ടർ കണ്ണൂർ.